ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുറച്ച് സ്റ്റഡി ടിപ്സും കൂടെ പറയുന്നുണ്ട്. എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് എൻ്റെ വെച്ച് ഇതേപോലെയാണ് കേട്ടോ, അപ്പോൾ അത് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗ് ടേബിളിലോട്ട് വെച്ചിട്ട് ഞാൻ മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരും. എന്നിട്ട് ഞാൻ വിശക്കുന്നുണ്ടാവില്ല, അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോയിട്ട് കാപ്പിയോ ചായ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കി, കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ബാൽക്കണി പോയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സോഷ്യൽ പഠിക്കാൻ വേണ്ടി പോയി. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിച്ചു. ഇന്ന് ചോറിൻ്റെ കൂടെ അച്ചാറും മീൻ വറുത്തതും പിന്നെ ചമ്മന്തി ഉപ്പേരി ആയിരുന്നു കേട്ടോ കറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്സ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എക്സാമിൻ്റെ കുറച്ച് ക്ലാസ്സസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടു തീർത്തു. ഇനി സ്റ്റഡി ടിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫിസിക്സ് ആണ്. ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസമാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരു ചാപ്റ്ററിന് വെച്ച് നോക്കുവാണെങ്കിൽ എക്സാമിൻ്റെ ചാനലിൽ ഷോർട്ട് നോട്ട് കിട്ടും. അതിലാണെങ്കിൽ തിയറി ആയിട്ട് 1 വേർഡ് ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് അത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പോയിട്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ റെഡി. പിന്നെയെന്ന് പറയുന്നത് സോഷ്യലാണ്. അതിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ കുറേ പഠിക്കാനുണ്ടാകുമ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ച് കഴിയാനും പറ്റും, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബോറടി ഒന്നും ഉണ്ടാവില്ല. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരു പോക്കറ്റ് നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹോംവർക്കോ എക്സാമോ എന്തെങ്കിലും പഠിച്ചിട്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും കുറേ ആക്ടിവിറ്റീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ അത് ഓർക്കണമെന്നില്ല. ഈ ഒരു പോക്കറ്റ് നോട്ട് ഉണ്ടെങ്കിൽ ഓരോ പീരീഡ് കഴിയുമ്പോഴും ഈ ഒരു സബ്ജക്റ്റും അതിൻ്റെ നേരെ തന്നെ ഇനി എന്തൊക്കെ ചെയ്യാനുള്ളതും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഓരോന്നിനും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത് ഞാൻ കുറേ പഠിക്കാനുള്ളപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പൊമഡോറോ മെത്തേഡ്. ഇതെന്ന് പറയുന്നത് 25 മിനിറ്റ് ഉണ്ടാവും. അതിൽ ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 4 പ്രാവശ്യം 25 മിനിറ്റ് കഴിയുമ്പോൾ അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. ഇതെന്ന് പറയുന്നത് നമുക്ക് കുറേ നേരം കുറേ പഠിക്കാനുള്ളപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പഠിക്കാനും പറ്റും. പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു 25 മിനിറ്റിൻ്റെ ടൈമർ ഫോണിൽ ഓണാക്കിയിട്ട് നമ്മൾ പഠിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു പീരീഡ് കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് കുറേ നോട്ട്സ് എഴുതാനും ഹോംവർക്കൊക്കെ ഉണ്ടാവും. സ്കൂളിൽ നിന്ന് തന്നെ കുറേ ഫ്രീ പീരീഡ്സും കിട്ടാറുണ്ട്, ഇൻ്റർവെൽസും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറേ സമയമുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സമയത്തിൽ ഹോംവർക്കോ നോട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പഠിപ്പിച്ച നോട്ട്സ് ഞാൻ അന്ന് തന്നെ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് തന്നെ എഴുതി തീർക്കും. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി കുറേ സമയം പാഴാക്കണ്ടല്ലോ. അപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സും ട്രിക്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.